ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4ാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. മഴ ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം തൂഫാൻ പതാക ഉയർത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. എക്സൈസ് കമ്മീഷണർക്കാണ് പൂർണ്ണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് 2025 ഫെബ്രുവരി 23-ന് സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വനാതിർത്തികളിൽ സൌരവേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1801117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30-ന് മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. അധ്യയന ദിവസങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗതി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ പശ്ചിമബംഗാൾ സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.